നിമിഷപ്രിയ കേസിൽ ഇറാൻ ഇടപെടുന്നതിനിടെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫഹദ് മഹദി. കൊലപാതകം നടന്നത് ഇറാനിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിലപാടെന്ന് മഹദി ചോദിച്ചു. നിമിഷപ്രിയ കേസിൽ ഇറാൻ ഇടപെടുന്നതിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. കൊല നടന്നത് ഇറാനിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിലപാടെന്നാണ് മഹദി ചോദിച്ചത്. വിഷയത്തിൽ ഇറാൻ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചുകൊണ്ടാണ് മഹദി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിവേഗത്തിലുള്ള നീതിപൂർവമായ ശിക്ഷ മാത്രമാണ് നടപ്പാക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അബ്ദുൽ ഫത്താഹ് മഹദി. ശിക്ഷ നടപ്പിലാക്കാത്തതിലൂടെ കുടുംബത്തിന്റെ അവകാശമാണ് തടയുന്നതെന്നും വിമർശിച്ചു. മധ്യസ്ഥത ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ സഹോദരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2012 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്കൽ നഴ്സായി എത്തുന്നത്. അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നതും തുടർന്ന് അയാളുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തത്. സംരംഭം ലാഭത്തിലായതോടെ ഇയാൾ ഉപദ്രവം തുടങ്ങിയതായി നിമിഷ പരാതിപ്പെട്ടു. നിമിഷ അറിയാതെ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേര് കൂടി ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കി. കൂടാതെ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ 2017 ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച നിമിഷ തലാലിനെ കൊലപ്പെടുത്തി. പക്ഷേ സുഹൃത്തിനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെന്നും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നു ശ്രമമെന്നും നിമിഷ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.